തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷക്കായ കർത്തൃദാസന്മാരെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിന്റെ അഭിഷിക്ത പാസ്റ്റർ ടിനോ ജോർജിന്റെ മെസ്സേജ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പ്രിയ റിജോയ് സാർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. കർത്തൃദാസന്മാരെ തുടർന്നുള്ള സമയം വചന ശുശ്രൂഷക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും ലോകം അതിൻ്റെ അവസാനത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം ഈ കാലഘട്ടത്തിൽ കാണുന്ന പല വിഷയങ്ങളും, നാം കാണുന്ന മഹാമാരി, അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾ, ഭൂകമ്പം, ക്ഷാമം, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിശ്രദ്ധേയമായ പ്രവചന ഭാഗങ്ങളാണ്. യേശു പറയുന്നു, നിങ്ങൾ കാർമേഘം കയറി വരുന്നത് കാണുമ്പോൾ മഴ പെയ്യുവാൻ പോകുന്നു എന്ന് പറയുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കർത്താവ് പറയുകയാണ്, കാലാവസ്ഥകളെ വിവേചിപ്പാൻ കഴിവുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് കാലഘട്ടങ്ങളെ വിവേചിപ്പാൻ കഴിയുന്നില്ല? എന്നാൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. ഈ ഓൺലൈൻ സർവീസിൽ തന്നെ കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയം നിങ്ങൾ കേട്ടവരാണ്. ഇല്ലെങ്കിൽ ജീസസ് ഈസ് അലൈവിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വളരെയധികം സമയമെടുത്ത് കേൾക്കാവുന്ന വിവിധ മെസ്സേജുകൾ ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. അങ്ങനെയാണെങ്കിൽ ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ പ്രവാചകനായ ആമോസ് പറയുന്നുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗാഡ്. നിന്റെ ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ, നിന്റെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ നീ തയ്യാറെടുത്തുകൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ വർഷത്തിൽ കർത്താവ് നമ്മളോട് അറിയിച്ചത്, പ്രിപ്പയറിംഗ് പീപ്പിൾ പ്രിപ്പയർ ഫോർ ദ ലോഡ്. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിനായി ഒരുക്കിയെടുക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സൺഡേയിൽ, ഈ ഞായറാഴ്ചയിൽ ഈ സർവീസ് കാണുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, ഈ പ്രത്യേകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ സൗഖ്യത്തിനും സമാധാനത്തിനും വിടുതലിനും നിത്യജീവനും ആധാരമായിരിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതിനായിട്ട് മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി മോഹൻ വായിച്ച് കേൾപ്പിക്കും. മാത്യു ചാപ്റ്റർ 17 വേഴ്സസ് 1 to 8. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട്. ഈ 12 ശിഷ്യന്മാരിൽ 9 പേരെ മാറ്റി നിർത്തി 3 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് യേശു കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. ഒരു കൂട്ടത്തിനകത്ത് നിന്ന് 3 പേരെ യേശു കർത്താവ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആരെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തത്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും സെപ്പറേറ്റ് ചെയ്ത് കർത്താവ് കൊണ്ടുപോയത് ഒരു ഉയർന്ന മലയുടെ മുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിനകത്ത് യേശു ഗിരിപ്രഭാഷണം നടത്തിയ പർവ്വതത്തെക്കുറിച്ചുണ്ട്. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയ സാഹചര്യങ്ങളും വചനങ്ങളും തിരുവെഴുത്തിലുണ്ട്. പക്ഷെ ഇവിടെ മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു പദമാണ് ഉയർന്ന മല എന്ന ഈ പരാമർശം. ഹൈ മൗണ്ടൻ എന്നാണ് ഇംഗ്ലീഷിൽ
രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉയർന്ന വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഈ ശിഷ്യന്മാരെ 3 പേരെ സെപ്പറേറ്റ് ആക്കി കർത്താവ് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു സന്ദേശം ആദ്യം തന്നെ വ്യക്തതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാനും ദൈവത്തിന് തൻ്റെ മഹത്വത്തെ കാണിക്കുവാനും എപ്പോഴും അവന് വേണ്ടി അവനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ ആവശ്യമാണ്. എല്ലാവരെയും കാണിക്കാനുള്ളതല്ല തൻ്റെ മഹത്വമെന്നും എല്ലാവർക്കും വെളിപ്പെടുത്തുവാനുള്ളതല്ല തൻ്റെ ശബ്ദമെന്നും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 12 പേർക്കകത്ത് നിന്ന് 9 പേരെ മാറ്റി നിർത്തി 3 ശിഷ്യന്മാരെയും കൊണ്ട് യേശു കർത്താവ് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യക്തിപരമായി ഏതെങ്കിലും നിലകളിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും കർത്താവ് നിങ്ങളെ അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടത്തിൽ നിന്ന്, ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന്, പ്രത്യേക ചില മേഖലകളിൽ നിന്ന്, ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ മാത്രം സ്വർഗത്തിലെ ദൈവം ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്കാക്കി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് മറ്റാരിലും വെളിപ്പെടാത്ത ഒരു ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്തുവാനും മറ്റാരെയും കാണിച്ചിട്ടില്ലാത്ത ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാനും മറ്റാരെയും അറിയിച്ചിട്ടില്ലാത്ത ചില ആഴമേറിയ സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന സത്യത്തെ നിങ്ങൾ വിസ്മരിച്ചു കളയരുത്. For our meditation today, let's turn our attention to Matthew chapter 17 verse 1 following, which reads like this. Now after 6 days Jesus took Peter, James and John his brother, brought them up on a high mountain by themselves. As we know that the world is going towards an end of this age, Jesus tells to his disciples that you can discern the weather, and why don't you decipher the times of this age. And Amos clearly says that you need to prepare to meet the Lord, and prophetically the theme for this year is preparing a people which are prepared to meet the Lord. And here we can find Jesus selects out of 12 3 disciples and takes them to a higher mountain to deliver something, to give a revelation which has not been given to the rest who are in the valley. And it is very special that if the Lord wants to impart something special to some group of people, he will isolate, he will separate those people and give them the revelation. And if in your situation, if you are separated from a specific group, from a congregation, from specific situations, it's very clear that the Lord wants to impart something very special, and that's why he is separating you and he wants to reveal something very special to you. ഈ 9 ശിഷ്യന്മാർക്കും ഈ ഉയർന്ന മല കയറേണ്ടി വന്നില്ല. വാസ്തവത്തിൽ ഈ 3 ശിഷ്യന്മാർക്കാണ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന ഈ 3 ശിഷ്യന്മാർക്കാണ് ഈ ഉയർന്ന മല കയറേണ്ടി വന്നത്. വാസ്തവത്തിൽ അവർ ടയർഡായി. നമുക്കറിയാം, ഈ വചനഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഇവർ ഈ മലമുകളിൽ എത്തിക്കഴിഞ്ഞ് 3 പേര് ഉറങ്ങിപ്പോയി. അതുപോലെ അവർ ക്ഷീണിതരായി, വളരെ ക്ഷീണം അനുഭവിച്ചു, വളരെ കിതച്ചു, വളരെ ടയേർഡായി. മറ്റാർക്കുമില്ലാത്ത കിതപ്പും മറ്റാർക്കുമില്ലാത്ത ക്ഷീണവും മറ്റാർക്കും ഇല്ലാത്ത ചില മൗണ്ടൻ ക്ലൈംബിങ്ങിൻ്റെ ഇൻവിറ്റേഷനും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു എങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ചില പ്രതിസന്ധിയിലൂടെ, പ്രതികൂലത്തിലൂടെ, വിഷമത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിനകത്തെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ആരോടൊക്കെയോ കർത്താവ് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ദാനിയേൽ ചോദിച്ചേക്കാം, സ്വർഗത്തിലെ ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ സിംഹക്കുഴി? ഉത്തരം കിട്ടില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് പറയാം. ഒരു രാജ്യത്തെ മുഴുവൻ ജീവനുള്ള ദൈവം യഹോവയാണെന്ന് അറിയിക്കുവാൻ. ശത്രുക്ക് മേശക് അബേദ്നേഗോവിന് ചോദിക്കാം, സ്വർഗത്തിലെ ദൈവമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ എരിയുന്ന തീച്ചൂള? സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത്, അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ: ഈ രാജ്യത്തിലെ രാജാവും സകല സൈന്യങ്ങളും ജീവനുള്ള ദൈവത്തെ നമസ്കരിക്കേണ്ടതിന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ
ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ മറഞ്ഞിരിക്കുന്ന അനവധിയായ ദൈവപ്രവർത്തികളുണ്ട്. ഒരുപക്ഷെ ദാവീദ് ചോദിച്ചേക്കാം, ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഈ കരടി? എൻ്റെ അപ്പൻ്റെ ആടുകളെ, എന്നെ ഏൽപ്പിച്ച ആടുകളെ വളരെ വിശ്വസ്തയോടെ ഞാൻ മേയിക്കുമ്പോൾ മറ്റൊരു ഇടയന്മാർക്കുമില്ലാത്ത പ്രതിസന്ധി, കരടിയും സിംഹവുമൊക്കെ എൻ്റെ ആടുകളെ പിടിക്കാൻ എന്തിനാണ് വരുന്നത്? ഒരുപക്ഷെ അതിനുത്തരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതെന്തിനു വേണ്ടിയെന്ന് പറയാം. ദാവീദേ, നിന്നെ മല്ലനായ ഒരു ഗോലിയാത്തിന്റെ മുമ്പിൽ നിർത്തുവാനും നിന്റെ മേളിൽ ദൈവം പകർന്നിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ ലോകം കാണുക എൻ്റെ ദൈവത്തിന് പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ 3 പേർ, ബാക്കി 9 പേർക്ക് കയറണ്ടാത്ത മല ചവിട്ടി കയറുകയാണ്, ടയേർഡാകുകയാണ്, ക്ഷീണിതരായി കയറുകയാണ്, സെപ്പറേറ്റ് ആയി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടലുകളോ ക്വാറന്റൈനോ ഏതെങ്കിലും ഐസൊലേഷൻ ആയിരിക്കുന്ന അനുഭവത്തിലോ പ്രതിസന്ധിയിലോ വേദനയിലോ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവ് പറയുന്നു, ഇവിടം കൊണ്ട് തീരില്ല നിന്റെ ജീവിതം, ഇവിടം കൊണ്ട് അവസാനിക്കില്ല നിന്റെ ആയുസ്. ഇതിനപ്പുറത്ത് സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവത്തിന് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ചിന്ത വരുന്നത്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ പലരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി അനുഭവിച്ച അപ്പോസ്തലനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാൻ അപ്പോസ്തലനെ ഡമീഷ്യൻ ചക്രവർത്തി പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുന്നതിന് മുൻപ് തന്നെ തിളച്ച എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. മരിച്ചുപോയവരെ, ക്രിമിനലുകളെ കൊണ്ട് കളയുന്ന ദ്വീപിൽ, പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാനെ കൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് കരുതുമ്പോൾ അവിടെ അവനെ മരണത്തിനും കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ഇനിയും ദൈവത്തിന് ചില സ്വപ്നങ്ങളും ദൈവത്തിന് ചില പദ്ധതികളും വെളിപ്പാട് പുസ്തകമെന്ന ഒരു പുസ്തകവും കൂടെ പുറത്തു വരാനുള്ളത് കൊണ്ട് അവിടെ കൊണ്ടൊന്നും യോഹന്നാനെ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതിലെല്ലാം സർവോപരിയായിട്ട് അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ യാക്കോബും അപ്പോസ്തലനായ ഫിലിപ്പോസും അന്ത്രയോസും ഇവരൊക്കെയും യേശുവിനെ കണ്ടതുപോലെ അല്ല പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ യോഹന്നാൻ കണ്ടത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ യേശുവിനെ പത്രോസ് കണ്ടിട്ടില്ല, യാക്കോബ് കണ്ടിട്ടില്ല, മറ്റ് ശിഷ്യന്മാരാരും കണ്ടിട്ടില്ല. എന്നാൽ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും വേദനയുടെയും ദ്വീപിന്റെ അനുഭവങ്ങളുടെയും നടുവിൽ യോഹന്നാൻ കാണുന്നു മാറത്ത് പൊൻകച്ച കെട്ടിയവനെ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവനെ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവനെ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ. ഓ ഹല്ലേലൂയ! ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവം പറയുന്നു, നിന്റെ പ്രതികൂലം നിന്റെ പരാജയമല്ല, നിന്റെ പ്രതികൂലം നിന്റെ പ്രമോഷനാണ്. നിന്റെ ഒറ്റപ്പെടലുകൾ നിന്റെ അവസാനമല്ല. നിന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലേക്ക് അവൻ നിന്നെ പണിതുയർത്തുന്ന അനുഭവങ്ങളാണ് എന്ന് കർത്താവ് ചിലരെ അറിയിക്കുകയാണ്. Climbing the mountain is a tiresome journey and it's not an easy task. The disciples may be gasping and panting, and when moving up to the mountain, they are totally tired and weary. But why this tiresome journey, which was not there for the other disciples? There's a specific purpose. The Lord wants to reveal something very special for that. You look at the Old Testament saints and heroes of faith like David, Daniel and other people. They had very special problems in their life with no other people in their generation had. They had to go through severe ordeals with no other human being can ever can withstand. But such people brought out greater glory to the Lord. And you can find in the New Testament John the Apostle, he was exiled to the Isle of Patmos, and there he was all alone, isolated, and there was no hope in front of him. In such a circumstance, he sees a greater revelation of God. He sees Jesus Christ in his full glory, and that revelation was revealed to him because he had such a great severe persecution. If you are going through a persecution, if you are having such kind of an isolation in your life, maybe because of this present pandemic you are isolated, but take heart. The Lord has a specific purpose. The Lord wants to speak to you. The Lord wants to reveal something very special to you. So
pray and use this time for God's glory as you are in your situations. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. എവിടെ ഒരു സഫറിങ്സ് ഉണ്ടോ, എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടോ, അവിടെ വെളിപ്പെടുന്നൊരു ഗ്ലോറി ഉണ്ട്, ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഈ ശിഷ്യന്മാരെ 3 പേരെയും ദൈവത്തിന് തന്റെ മഹത്വം കാണിക്കുവാൻ, തൻ്റെ മഹത്വത്തെ അവർക്ക് വെളിപ്പെടുത്തുവാൻ ഒരു ഉയർന്ന മലയിലൂടെ അവരെ കൊണ്ടുപോവുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രതിസന്ധിയുടെ വൈഷമ്യതയുടെ ഈ ഉയർന്ന മല ഈ 3 പേരും മാത്രമല്ല കയറുന്നത്. ഇവർക്ക് മുൻപേ ഇവരെ വിളിച്ച കർത്താവ് നടക്കുന്ന കാഴ്ച നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ചെയ്യുന്നത് പോലെ അദ്ദേഹം ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അണികളെ സ്തോത്രം ഇറക്കി റോഡിലേക്ക് തെരുവിലേക്ക് വിടുന്നത് പോലെയല്ല യേശു കർത്താവ് ചെയ്യുന്നത്. ഈ ഉയർന്ന മല ചവിട്ടിക്കേറുവാനുള്ള, ഈ മറുരൂപ മലയിലേക്ക് നടന്നു നീങ്ങുവാനുള്ള ആഹ്വാനം കൊടുത്ത കർത്താവ് അവരെ മാത്രം കയറ്റി വിട്ടിട്ട് താൻ താഴെ നിൽക്കുകയല്ല, അവർക്ക് മുൻപേ യേശു നടക്കുകയാണ്, അവർക്ക് മുൻപേ കർത്താവ് ആദ്യം കടന്നു പോവുകയാണ്. ഇന്ന് ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധിയിലൂടെയും പാപമൊഴികെ സകലത്തിലും യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ അഭിമുഖീകരിച്ച സകല പ്രതിസന്ധികളെയും പാപമൊഴികെ സകലത്തിലും യേശു അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാത്തവനല്ല, നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും കണ്ണുനീരിനെയും സാഹചര്യത്തെയും പ്രതിസന്ധിയെയും തകർച്ചയും ഉയർച്ചയും നന്മയും തിന്മയും രോഗത്തെയും ആരോഗ്യത്തെയും ദാരിദ്ര്യത്തെയും സമൃദ്ധിയെയും സകല അവസ്ഥകളെയും വ്യക്തിപരമായി നിങ്ങളെ വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ്, യേശുവിന്റെ മുൻപിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അവന്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. Here we find Jesus was taking these 3 disciples, separating them apart, and you can find that Jesus was walking in front of them. Jesus has gone the distance in front of them, and he was taking them, guiding them from front. Not like any other leader of today who asks the followers to do things and that person lives in a comfort zone. Not like that, but Jesus was moving forward in front of them. The problems which you are undergoing in your life, the ordeals and the persecutions which you are having now, the Lord has undergone all of these, and he was in this world going through every non-suffering, and he can easily sympathize, he can easily identify and empathize with you. So the Lord is with you to empower you in your present situation, and he will bring you out victoriously. ഈ ഒരു സംഭവത്തെ ഞാൻ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കാണിക്കുകയാണ്. ആ ഭാഗം കൂടെ ദയവായിട്ടൊന്ന് വായിക്കുക. ലൂക്കോസ് 9:28 മുതൽ 36 വരെ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശിഷ്യന്മാർ 3 പേരെയും കൊണ്ട് ഈ മലയിൽ കർത്താവ് എത്തിക്കഴിഞ്ഞിട്ട് തിരുവെഴുത്തിൽ പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു കർത്താവിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ,
നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ആത്മീയ ജീവിതത്തിൽ, തലമുറകളുമായി, കുഞ്ഞുങ്ങളുമായി, കുടുംബവുമായുള്ള ബന്ധത്തിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദേശത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവർ ദുർമാർഗങ്ങളെ വിട്ട് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ദേശത്തോട് ക്ഷമിക്കുകയും അവൻ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന മഹാമാരികളിൽ നിന്നും, ആമീൻ സ്തോത്രം, ന്യായവിധിയിൽ നിന്നും ദേശത്തെ വിടിവിക്കുകയും ചെയ്യുമെന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് പറയട്ടെ, എപ്പോഴും ട്രാൻസ്ഫോർമേഷനുകൾ, രൂപാന്തരങ്ങൾ, ഉണർവുകൾ, വ്യത്യാസങ്ങൾ വെളിപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിലുമാണ്. We find another narration of the same incident in Luke chapter 9 verse 28 following, and in 29 it reads like this: as he prayed, the appearance of his face was altered and his robe became white and glistening. And here we can specifically understand one thing: when Jesus was praying, it began to transform his whole outward appearance. He began to be transfigured. That's what we read here. If you want to have a transformation in your life, if you want to have a transformation in your family, ministry, church, or anywhere you are in, you need to pray. Prayer transforms people, prayer transforms situations, prayer transforms any impossible situations you are having in your life. നമുക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ ഗ്ലോറി, ആ മഹത്വം യേശു കർത്താവിന് ചുറ്റും ഇങ്ങനെ എന്താ പറയുക, കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. ദൈവ മഹത്വം അവിടെ വെളിപ്പെട്ടു. പിതാവ് പുത്രനിൽ അവിടെ മഹത്വപ്പെട്ടു. ഈ ദൈവ മഹത്വം അല്ലെങ്കിൽ ഗോഡ്സ് ഗ്ലോറി എന്ന് പറയുന്ന വിഷയത്തിന് മറ്റുള്ള എല്ലാ വിഷയങ്ങളെക്കാളും അധികം പ്രാധാന്യതയുണ്ട്. ഞാൻ ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ, ഏറ്റവും ശക്തമേറിയ ഒരു സബ്ജക്റ്റാണ് അനോയിൻറ്റിങ്, അഭിഷേകം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചിന്തയിൽ അഭിഷേകത്തെക്കാളും ശക്തമാണ് ദൈവമഹത്വം. കാരണം ഒരു വ്യക്തി വളരെ അനോയിൻറ്റിങ്ങിൽ, വളരെ അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും ആ അഭിഷിക്തനാണ് അവിടെ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ന് ആ പാസ്റ്റർ വന്നു, നല്ല മെസ്സേജായിരുന്നു, അല്ലെങ്കിൽ ആ ദൈവദാസൻ ഇന്ന് വന്നു, നല്ല ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ആ ദൈവദാസനിലേക്ക് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ആൾക്കാരുടെ ശ്രദ്ധ പോകുന്നുണ്ട്. പോകരുത്. എന്നാൽ ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പലപ്പോഴും വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ലഭിക്കുമ്പോൾ, ദൈവ മഹത്വം വെളിപ്പെടുന്ന ശുശ്രൂഷയിൽ, ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ വ്യക്തികളെ അല്ല നാം കാണുന്നത്, പ്രസ്തുത ആ മഹത്വത്തിനകത്തിറങ്ങി നിൽക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവത്തെയാണ്, ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ മഹത്വം എവിടെങ്കിലും വെളിപ്പെടുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് സൗഖ്യമുണ്ട്, അതിൽ സമാധാനമുണ്ട്, അതിൽ സുരക്ഷിതത്വമുണ്ട്, അതിൽ വിടുതലുണ്ട്. ഈ ഞായറാഴ്ച പകലിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ വായി തുറന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, ആമീൻ, കടൽ വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നത് പോലെ ഞങ്ങളുടെ ദേശത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടണമേ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടണമേ, ഞങ്ങളുടെ തലമുറയിൽ നിന്റെ മഹത്വം വെളിപ്പെടണമേ. രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ പ്രധാനമായി സംഭവിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. രണ്ട്, ദൈവം നമ്മിൽ മഹത്വപ്പെടണം. നമ്മുടെ ലൈഫ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. രണ്ട്, നമ്മുടെ ജീവിതം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും കർത്താവിൻ്റെ നാമം നമ്മളിൽ മഹത്വപ്പെടണം. The disciples were able to see the glory of God being manifested, and throughout the Bible, if you can read it carefully, one thing is very evident. Though anointing is very important, the glory of God, the manifestation of the God's glory is very important, because if some anointed servant of the Lord comes and ministers, mostly the glory goes to that person and says, oh, how great ministry. But when the glory of God comes, all of the honor goes to God alone.
please pray wherever you are to manifest God's glory in your life. Let us pray that the Lord may manifest His glory throughout the land, so that it may bring peace, it may bring life, it may bring all of the healing, it may bring protection and care. God's glory need to be manifested in this present situation of trouble and struggle. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 8 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാണ്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അപ്പോൾ അവിടെ റാദർ ഗ്ലോറിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഗ്ലോറി ടു ഗ്ലോറി എന്ന പദം അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്, അത് തേജസ്സിൻ്റെ ശുശ്രൂഷയാണ്. ദൈവ മഹത്വം വെളിപ്പെടേണ്ടതായ ദൈവത്തിൻ്റെ ഗ്ലോറി, ഖാബോദ്, ഷെഖേന, ആ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ് പുതിയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ സഭയും. The New Testament specifically has this manifestation of God's glory in a very concrete form. You can find that in 2 Corinthians chapter 3 verse 8 following, especially in 9. If there was glory in the ministry of condemnation, the ministry of righteousness must far exceed it in glory. The New Testament ministry is of exceeding glory, and in our lives, in our churches, wherever you are, we need to manifest this ever increasing glory in our lives. എങ്ങനെയാണ് ആ ദൈവ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത്? ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ആ ഗ്ലോറിക്കകത്ത് ഏഞ്ചലിക് പ്രസൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിനകത്ത് ഹീലിംഗ് ഉണ്ട്. എല്ലാ ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവൻ്റെ മഹത്വത്തിനകത്തുണ്ട്. ആ ദൈവികമായതെല്ലാം, ഈ സൗഖ്യവും ഈ വിടുതലും ഈ അത്ഭുതങ്ങളുമൊക്കെ അവൻ ചെയ്യുന്നതും മറ്റൊന്നിനല്ല, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. കാരണം തൻ്റെ മഹത്വം അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ ഗ്ലോറി നമ്മിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ, നമ്മളിൽ വെളിപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? അതാണ് 2 കൊരിന്ത്യർ 3-ന്റെ 17 വാക്യത്തിൽ പറയുന്നത്. 16-17 കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. 2 കൊരിന്ത്യർ 3:16 കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗ്ലോറി ടു ഗ്ലോറി എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നു. റാദർ ഗ്ലോറിയിൽ നിന്ന് ഒരു ഗ്ലോറി ടു ഗ്ലോറി എന്ന മേഖലയിലേക്ക് നടക്കുന്ന ഒരു ഷിഫ്റ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ വലിയ മഹത്വം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ രൂപത്തോട് സ്തോത്രം നാം അനുരൂപരായി തീരണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? മൂടുപടം നീങ്ങിപ്പോകണം, മുഖം മൂടികൾ അഴിഞ്ഞു വീഴണം, ആത്മീയതയുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴണം, ജഡീകതയുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴണം, തിന്മയുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴണം. ആ മുഖം മൂടി എങ്ങനെ അഴിഞ്ഞു വീഴും? ബൈബിൾ പറയുന്നു, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ചിലർ പറയാറുണ്ട്, ടിനു പാസ്റ്ററെ ഒന്ന് തലയിൽ കൈവച്ച് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വീട്ടിലൊരു സ്വഭാവം, ചർച്ചിലൊരു സ്വഭാവം, സ്തോത്രം, പല മുഖങ്ങളാണ് ഈ മനുഷ്യന്, പല മുഖങ്ങളാണ് എൻ്റെ ഭാര്യയ്ക്ക്, പല മുഖങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പ്രവചനാതീതമാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല, പല സ്വഭാവമാണ്. വീട്ടിൽ ഒരാളായിരിക്കും, ഓഫീസിൽ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഒന്ന് കൗൺസിൽ ചെയ്യണം, പുള്ളിക്ക് വേണ്ടി ഒന്ന് തലയെ പിടിച്ച് പ്രാർത്ഥിച്ചൊന്ന് മാറ്റിയെടുക്കണം. ബൈബിൾ എന്താ പറയുന്നത്? ഒരു പാസ്റ്റർ തലയെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല മുഖം മൂടി അഴിഞ്ഞു വീഴുന്നേ, മൂടുപടം മാറുന്നേ. പ്രാർത്ഥിക്കേണ്ടതല്ല, പ്രാർത്ഥിക്കേണ്ടത് നല്ലതാണ്. ഒരു കൗൺസിലിങ്ങിലല്ല ഈ മൂടുപടം അഴിഞ്ഞു വീഴുന്നേ, മുഖം മൂടി മാറിപ്പോകുന്നേ. കൗൺസിലിംഗ് നല്ലതാണ്, കൗൺസിലിംഗ് ആവശ്യമാണ്. ആ വ്യക്തിയെ കർത്താവിലേക്ക് തിരിക്കാനാണെങ്കിൽ കൗൺസിലിംഗ് വളരെ നല്ലതാണ്. എന്നാൽ മനസ്സിലാക്കുക, മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത്, മൂടുപടം നീങ്ങുന്നത് ആ വ്യക്തി കർത്താവിലേക്ക് തിരിയുമ്പോഴാണ്.
Come on, let us return to the Lord. ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ, ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം ഉണ്ടായത് നിങ്ങളും യേശുവുമായി അടുത്തപ്പെടല്ലേ. യാക്കോബ് 4:8 വായിച്ചതുപോലെ ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളോടും എതിർത്ത് നിൽക്കും. വാസ്തവമായ ആത്മീയരെന്ന് പറയുന്ന, ദൈവത്തോട് ബന്ധമുണ്ടെന്ന് പറയുന്ന നിങ്ങളിൽ ചിലരും ഞാനുമൊക്കെ ചില ദിവസങ്ങൾ പോലും പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവവുമായിട്ട് കണക്റ്റഡ് ആകാതിരുന്നാൽ, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയില്ലാതിരുന്നാൽ നമ്മളും പതുക്കെ ലോകത്തിൻ്റെ വർത്തമാനങ്ങളിലേക്കും ലോകത്തിൻ്റെ ചിന്തകളിലേക്കും പതിയെ തിരിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും ഓർക്കുക, മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴുന്നത്, മുഖം മൂടികൾ നീങ്ങുന്നത് ഒരു വ്യക്തിപരമായി കർത്താവിലേക്ക്, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ്. എന്നാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം കണ്ടോ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ മുഖം മൂടി മാറ്റിയ മനുഷ്യൻ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞൊരു മനുഷ്യൻ, അവൻ്റെ മുഖംമൂടികൾ മാറിക്കഴിയുമ്പോൾ, അവൻ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ പൊടുന്നനവേ അവനിൽ വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ വെളിപ്പെടുന്ന ആത്മീക സ്വാതന്ത്ര്യവും. ആത്മീകമായ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്പിരിച്വൽ ഫ്രീഡം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, മെൻ്റൽ സ്ട്രെസ്സുകൾ മാറ്റപ്പെടണമെങ്കിൽ, ആ ഹെവിനെസ് ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ, ആകുലതകൾ പൊട്ടിമാറണമെങ്കിൽ, നിശ്ചയമായി ആ സ്വാതന്ത്ര്യം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണമെങ്കിൽ ചില മൂടുപടങ്ങൾ, മുഖംമൂടികൾ അഴിഞ്ഞു വീഴണം. ചില മുഖംമൂടികൾ, മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴണമെങ്കിൽ നിങ്ങൾ കർത്താവിലേക്ക് തിരിയണം. അങ്ങനെ സംഭവിച്ചാൽ 18ാമത്തെ വാക്യത്തിൽ പറയുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ്സുള്ളവരായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നവന്റെ മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നവൻ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കയറി വരും. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അവൻ പ്രവേശിക്കും. അവൻ ക്രിസ്തു യേശുവിനെ, കർത്താവായ യേശുവിനെ ഈ ഭൂമിയിൽ വ്യക്തികളുടെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ, സഭയുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു മാനപാത്രമായിരിക്കും. One of the characteristic feature of God is that he will not give his glory away to anyone else. He treasurely holds that glory for himself, and he manifests that glory when people are asking for manifestation of that glory. And here 2 Corinthians 3 verse 18, the word says, we move from glory to glory to ever increasing glory. And how will such kind of a glorious manifestation occur in a person's life? And the answer is in verse 16. Nevertheless, when one turns to the Lord, the veil is taken away. Why is the glory not manifested in our life? Most of the time we have a veil on our face. We have a veil at our home. We have another face at the church, another face, another veil we have in the workplace. And because of all these, we are not able to manifest the glory of God, and people lament that person is having a double face. He shows one face at home and one face in the church, and it's difficult to deal with him. And here the key for that veil being taken away is to turn to the Lord. Simply prayer will not help. The counseling may not always help. Only a person turning to the Lord will take away the veil from him. And then the Lord says like this, the Lord is the Spirit, and where the Spirit of the Lord is, there is liberty. Because of all these problems, all these veils hanging on your faces, you are not able to free yourself. You are having that heaviness in your life. You are having that depression in your life. You are not able to move forward in freedom of the Spirit. But when the Spirit comes on you, when you turn to the Lord releases you all the bondages and clutches which you are in now. And in verse 18, with unveiled face, we are able to behold the God in glory to glory, in such a way
such people will manifest greater glory in their life, and they live as living example that the Lord still manifests His glory on persons. ഈ മുഖംമൂടികളുമായി ജീവിക്കുന്നവർ അവർ അനുഭവിക്കുന്ന ചില പിരിമുറുക്കങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മുഖംമൂടികൾ മാറിയാൽ, മൂടുപടങ്ങൾ മാറിയാൽ ഒരു വലിയ സ്വാതന്ത്ര്യം, എപ്പോഴും വളരെ സുതാര്യമായ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് ആത്മാവിലും ചിന്തയിലും ശരീരത്തിലുമെല്ലാം. എന്നാൽ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, ഇന്ന് ഈ ലൈവ് സർവീസ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതൽ, സൗഖ്യം, സമാധാനം, അനുഗ്രഹങ്ങൾ, ദൈവത്തോടുള്ള ബന്ധം, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനൊരു വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, യെശയ്യാ 40-ന്റെ 3, 4, 5 വാക്യങ്ങളിൽ, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ, എല്ലാ മലയും കുന്നും താണുവരണം, വളഞ്ഞത് ചൊവ്വാകണം, ദുർഘടങ്ങൾ സമമായി തീരും, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നു വരുവാൻ, ഹല്ലേലൂയ, എല്ലാ താഴ്വരയും കുന്നും നികന്നു വരുവാൻ, മലയും കുന്നും താണു വരുവാൻ, വളഞ്ഞത് ചൊവ്വാകാൻ, ദുർഘടങ്ങളായിട്ടുള്ളത് സമമായി തീരാൻ എന്ത് സംഭവിക്കണം? ഇത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. മറുഭാഗം പറയാം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ വളഞ്ഞത് ചൊവ്വാകണം, വഴികൾ ഒരുക്കപ്പെടണം, മലയും കുന്നും താണു വരണം, വളഞ്ഞത് ചൊവ്വാകണം. കുറുക്കു വഴിയിലൂടെ നടക്കുന്നവർ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നന്യപ്പെട്ട് ജീവിക്കുന്നവർ, ഇവരൊക്കെ കർത്താവിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ, ഈ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ നേരായ പാത തിരഞ്ഞെടുക്കുമ്പോൾ, വ്യക്തിപരമായി ആ പാതയിലൂടെ അവർക്ക് ദൈവമഹത്വം കടന്നു വരുന്നത് കാണുവാൻ കഴിയും, വ്യക്തിപരമായി അത് അനുഭവിക്കുവാൻ കഴിയും. Isaiah chapter 40 verse 3, 4, 5 says like this, the glory of the Lord shall be revealed, and all flesh shall see it together, for the mouth of the Lord has spoken this. And here it's talking about how the glory of the Lord will be manifested so powerfully that it will make straight the crooked paths and make straight and level the mountains. And one thing, this may happen because of the manifestation of the glory of God. But from our part, what we need to do is we have to make straight the crooked paths, and we need to make straight the crooked places, and this will in turn result in the manifestation of God's glory. വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ അണിയിച്ച വസ്ത്രം തൻ്റെ മഹത്വമായിരുന്നു. സങ്കീർത്തനം 8-ന്റെ 4-5 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മർത്തനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ അണിയിച്ചത് അവനെ ഈ ഭൂമിയിൽ ഉരുവാക്കിയപ്പോൾ തന്നെ, ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ അണിയിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് തേജസ്സും ബഹുമാനവുമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ്, ദൈവത്തോട് വ്യവസ്ഥാലംഘനം നടത്തിയപ്പോഴും അനുസരണക്കേട് കാണിച്ചപ്പോഴുമാണ് അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടത്. ഇവിടെ ഒരു സത്യമുണ്ട്, പാപമല്ല ആദ്യം മനുഷ്യരിൽ ഉണ്ടായിരുന്നത്, തേജസ്സാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് തേജസ് അവന് നഷ്ടപ്പെട്ടത്. അങ്ങനെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ അനുസരണക്കേടും പാപവും നിമിത്തം നഷ്ടപ്പെട്ട തേജസ് ആ മനുഷ്യനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ, യേശു കർത്താവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഏകൻ്റെ അനുസരണക്കേടിനാൽ ആ ഏകൻ നിമിത്തം സകലരും പാപത്തിൽ വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്രയധികം സമൃദ്ധിയിൽ വാഴും, എത്രയധികം
എത്രയധികം തേജസ്സിൽ വാഴും, എത്രയധികം നിത്യജീവനിൽ വാഴും. അതേ പ്രിയപ്പെട്ടവരെ, വാഴ്ച നടത്താൻ വിളിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിനെ പുത്രനായ യേശുവിന്റെ രക്തത്തിലൂടെ, പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന രക്ഷയിലൂടെ, വീണ്ടെടുപ്പിലൂടെ മടക്കി തരുകയും ആ പുത്രനിൽ വിശ്വസിക്കുന്നവർ ഈ ഭൂമിയിൽ വാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. When the first humans, Adam and Eve, were created, the Lord crowned them and clothed them with the glory of the Lord. And all humans, all have sinned and fallen short of God's glory. And to redeem and return back to the position of the glory which they held once, Jesus Christ came to the earth. And through the death of Jesus Christ, through the obedience of Jesus Christ, the first obedience which actually jeopardized the glory was brought back by Jesus Christ, and the Lord brought the glory into humans to the atoning blood of Jesus Christ. ഈ മെസ്സേജ് ഇന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹം, എൻ്റെ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണം എന്നുള്ളതാണ്. അതിനുള്ള ഒരുപക്ഷെ ഒരു സാഹചര്യമായിരിക്കാം പ്രത്യേകിച്ച് ഇന്ന് ആരാധനകളൊക്കെ പലയിടത്തും നടക്കാതെ വീടുകളിൽ ആരാധിക്കുവാൻ ദൈവം ഇങ്ങനൊരു അവസരം പലർക്കും തന്നത്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിരുന്ന, ദൈവത്തിൻ്റെ പെട്ടകം ഇരുന്ന ഭവനം അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം തിരുവിടത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഗലീലയിലെ കാനാവിൽ ആ കല്യാണ വീട്ടിൽ യേശു കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതൊരു വിവാഹ വീടാണ്. ആ വിവാഹ വീട്ടിൽ ഒരു പോരായ്മ വന്നു. എന്താണ് അവിടുത്തെ പോരായ്മ? അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തീർന്നുപോയി. യേശു കർത്താവ് അന്നേ ദിവസം ആ വിവാഹത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ്. ആ വിവാഹത്തിൻ്റെ 3-ാം ദിനത്തിൽ യഹൂദന്റെ വിവാഹ ശുശ്രൂഷകൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ആ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹത്തിൻ്റെ 3-ാം ദിനത്തിൽ യേശു ആ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വരുമ്പോൾ മറിയം ഓടി വന്ന് കർത്താവിനോട് പറയുന്നു, മകനെ, ഇവിടെ വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നുപോയി. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 7 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു ശുശ്രൂഷകരോട് അതിൽ വെള്ളം കോരി നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറിയം ശുശ്രൂഷകരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. യേശു നിങ്ങളോട് എന്ത് പറയുന്നോ നിങ്ങളത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിനകത്ത് ഒരത്ഭുതം സംഭവിക്കും. ഒന്ന്, ഞാൻ ഈ സംഭവത്തിൽ നിന്ന് ആരോടൊക്കെയുള്ള വ്യക്തിപരമായ ആലോചനയും ദൂതുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമതായി, ആ വീട്ടിലൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ, പ്രശ്നം നിൽക്കുമ്പോൾ, ആ പ്രശ്നം അറിയാവുന്ന മകളാകുന്ന മറിയം ആ വിഷയത്തിൻ്റെ ഫയൽ യേശുവിന് കൈമാറുന്നു. പരിഹരിക്കുവാൻ കഴിയുന്നവൻ്റെ കരങ്ങളിലേക്ക് പ്രശ്നത്തിൻ്റെ ഫയൽ കൈമാറുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, വ്യക്തിപരമായി ഈ കുടുംബത്തോട് കർത്താവ് പറയുന്നു, പിറുപിറുക്കരുത്, അവിശ്വസിക്കരുത്, വഴക്കുണ്ടാക്കരുത്, നിരാശപ്പെടരുത്. ആ വിഷയത്തിൻ്റെ, ആ പ്രശ്നത്തിൻ്റെ ഫയൽ, ആ പ്രോബ്ലം, ആ കുഞ്ഞിൻ്റെ വിഷയം, ആ കുടുംബത്തിൻ്റെ വിഷയം, ആ ഹസ്ബൻഡിൻ്റെ വിഷയം, വൈഫിൻ്റെ വിഷയം, ജോലിയുടെ വിഷയം, ശുശ്രൂഷയുടെ വിഷയം, സഭയുടെ വിഷയം, സാമ്പത്തിക വിഷയം കർത്താവിനൊന്ന് കൈമാറ്. അത് യേശുവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. കർത്താവിന് നിങ്ങൾ അത് കൈമാറുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമന്ത്രിയായ യേശു അതിൽ ചെയ്യുവാനിട വരും. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു സത്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകരോട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുവാൻ യേശു കർത്താവ് പറഞ്ഞു. കിണറ്റിൽ നിന്ന് അവർ വെള്ളം കോരി ഒഴിച്ചു. വെള്ളം കോരി ഒഴിച്ചിട്ട് അത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ ശുശ്രൂഷകർ വളരെ വിശ്വാസത്തോടെ, ചോദ്യം ചെയ്യാതെ, അവർക്കറിയാം കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ച പച്ചവെള്ളമാണ് ഈ പാത്രത്തിൽ ആയിരിക്കുന്നതെന്ന്. എന്നാൽ വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കേണ്ടത് പച്ചവെള്ളമല്ല, വീഞ്ഞാണെന്നും അറിയാം. മറു ചോദ്യങ്ങളില്ലാതെ, ചിന്തകളിൽ സംശയിക്കാതെ ഈ പച്ചവെള്ളത്തിൻ്റെ ഈ ജാറുകളുമായി ഈ ശുശ്രൂഷകർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും എൻ്റെ ചിന്ത ഞാൻ പറയട്ടെ, അവരുടെ വിശ്വാസത്തിൻ്റെ ഓരോ ചുവടുവെപ്പുകൾക്കകത്തും
ആ പച്ചവെള്ളത്തിൻ്റെ നിറം മാറി, രുചി മാറി, മണം മാറി, ടൈറ്റിൽ മാറി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ ഞായറാഴ്ച ഈ മെസ്സേജ് ഏറ്റെടുക്കുന്നവരോട് പറയാം, നീ വെച്ച വിശ്വാസത്തിൻ്റെ ചുവടുകളൊന്നും പരാജയപ്പെടുകയില്ല. നീ ബുദ്ധിയുടെ ചുവടുകൾ വെച്ചത് പലതും പരാജയപ്പെട്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചതും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയതും ഒന്നും പരാജയമാകില്ല. അതെല്ലാം വലിയ അത്ഭുതങ്ങളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റും. എന്ത് വലിയ അത്ഭുതം ഇവിടെ നടന്നേ! ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാകുകയല്ല, ഇവിടെ ഒരു നാരങ്ങാ വെള്ളം ഉണ്ടാകുകയല്ല, ഇവിടെ ഒരു സാധാരണ ഒരു ജ്യൂസ് ഉണ്ടാകുകയല്ല, ഇവിടെ ഉണ്ടായത് വൈനാണ്. നമുക്കറിയാം, ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ 2-3 മിനിറ്റ് മതി, പക്ഷേ വൈൻ ഉണ്ടാകാൻ ഒത്തിരി സമയമെടുക്കും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. അന്നത്തെ കാലത്ത് വർഷങ്ങളും മാസങ്ങളും ഈ മുന്തിരിച്ചാറ് സൂക്ഷിച്ചു വെച്ചാണ് പിന്നത്തേതിൽ അത് വൈനായി മാറുന്നത്, വീഞ്ഞായി തീരുന്നത്. അപ്പോൾ ഒത്തിരി മാസങ്ങളും വർഷങ്ങളും എടുത്താലേ വൈനാകത്തുള്ളൂ, വീഞ്ഞാകത്തുള്ളൂ. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്, വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രൊസീജിയർ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ സംഭവിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്നൊരു സന്ദേശം ഇതിലൂടെ പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞേ അത് സംഭവിക്കുള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞേ അതിലൊരു വിടുതൽ ഉണ്ടാകുകയുള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞേ അതിലൊരു അത്ഭുതം കാണാൻ പറ്റുകയുള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞേ എനിക്ക് ആ നിലയിലൊക്കെ വരാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്ത മാത്രമാണ്. എൻ്റെ കർത്താവിന് അതിപ്പോൾ തന്നെ ചെയ്യാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ആ പ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടുത്തുവാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. In John chapter 2, we find another familiar story of Jesus turning water into wine. And here in verse 11, it says like this: Jesus did this and manifested his glory. How was Jesus' glory manifested here? Here we can find Mary did the right thing when she took the problem into the hands of Jesus. When you take your problems into the hands of Jesus, the Lord can make wonders and manifest his glory. Do not murmur, do not quarrel, do not be content with each other, but take your problems into the hands of Jesus. He can miraculously turn that into a blessing, into a wonder, into a miracle. And here another important aspect is the people who were there, the servants. What the servants did was they believed what Jesus said. They drew the water, they took the water, and they took each of their steps in faith, and the Lord honored their faith also. It was just ordinary water, but its color began to change, its whole taste began to change, its title began to change. Everything got transformed when they took steps in faith. Your steps has failed, of course. The steps you took in human intelligence has failed you, but take a leap of faith, take a step of faith. The Lord will honor you and bring out greater manifestation of God's glory in your life. ഇന്നത്തെ സന്ദേശം തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്ന രൂപാന്തരം എന്ന തേജസ് എന്ന രൂപാന്തരം എന്ന ഒരു സന്ദേശമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, പച്ചവെള്ളം വീഞ്ഞായതുപോലൊരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ യേശുവിന് കഴിയും. പച്ചവെള്ളം വീഞ്ഞായതുപോലൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞേ. ഈ ഞായറാഴ്ച ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാ മേഖലകളിലും കർത്താവിന് ആ വ്യത്യാസം കൊണ്ടുവരാൻ ഒരു നിമിഷം മതി പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, പച്ചവെള്ളം വീഞ്ഞായി തീർന്നു, വിരുന്ന് വാഴി കുടിച്ചു നോക്കി, എന്നിട്ട് മണവാളനെ വിളിച്ചു. ഇത്ര ശ്രേഷ്ഠമായിരുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ഒരു കാര്യം ചെയ്താൽ അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണെന്ന്. എപ്പോഴും നമ്മൾ തുടങ്ങുമ്പം, മാനുഷികമായി തുടങ്ങുമ്പം പലതും അത്ര ശ്രേഷ്ഠമായിരിക്കത്തില്ല. മനുഷ്യൻ തരുന്നതൊന്നും ദൈവം തരുന്ന റേഞ്ചിൽ വരത്തില്ല. മനുഷ്യൻ തരുന്നതൊന്നും ദൈവം തരുന്ന കാര്യത്തിൻ്റെ ശ്രേഷ്ഠത അതിൽ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണമായ കാര്യം ഭക്ഷിച്ചും കുടിച്ചും കൊണ്ടിരുന്നവർക്ക് ശ്രേഷ്ഠമായതൊന്ന് ലഭിച്ചിരിക്കുന്നു. ഇതിങ്ങനെയാണ്. കർത്താവിനെ അറിയുന്നതിന് മുൻപ്
വളരെ കയ്പേറിയ അനുഭവത്തിലൂടെ പോയ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ കയ്പിനെ മധുരമാക്കി തീർക്കും. നിങ്ങളുടെ ഒരു നോർമൽ ലൈഫിനെ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് ശ്രേഷ്ഠകരമായിരിക്കും. ദൈവം എന്തെങ്കിലും തന്നാൽ അത് ശ്രേഷ്ഠകരമായിരിക്കും. ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് ശ്രേഷ്ഠകരമായിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിവിധ അനുഭവങ്ങളിൽ അത് അനുഭവിച്ചവരാണ്. കർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നന്മകൾ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ചില നന്മകൾ, ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ ചിന്തയ്ക്കും ഒന്നും എത്തും പിടിയും കിട്ടാത്തതാണ്. അതെ, ദൈവം ഒരു കാര്യം ചെയ്താൽ ശ്രേഷ്ഠകരമായിരിക്കും. അല്ല, ഇപ്പം കയ്പാണോ, ഇപ്പോൾ ഒരു നാച്ചുറൽ വെള്ളത്തിൽ പോവുകയാണോ, ഇപ്പോൾ ഒരു പ്രതിസന്ധിയാണോ, ഇപ്പൊ കയ്പുള്ളതാണോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷമിക്കരുത്. യേശു നിന്നിലുണ്ടെങ്കിൽ നിന്റെ ലൈഫിനെ ശ്രേഷ്ഠകരമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. ഇവിടെ ബൈബിൾ പറയുന്നു, ഈ സംഭവം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ, ദിസ് ബിഗിനിങ് ഓഫ് സയൻസ് ജീസസ് ഡിഡ് ഇൻ കാന ഓഫ് ഗലീലി ആൻഡ് മാനിഫെസ്റ്റഡ് ഹിസ് ഗ്ലോറി. അവിടെ ആ പദം നിങ്ങൾ മനസ്സിലാക്കണം. യേശു തൻ്റെ മഹത്വത്തെ ആ വീട്ടിൽ, ആ സ്ഥലത്ത് വെളിപ്പെടുത്തിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം അവിടെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഫെയ്ത്ത് ഉണ്ടായി, വിശ്വാസം ഉണ്ടായി. അവിടുന്ന് ആരംഭിക്കുകയായിരുന്നു അത്ഭുതങ്ങൾ, അവിടുന്ന് ആരംഭിക്കുകയായിരുന്നു യാത്രകൾ, അവിടുന്ന് ആരംഭിക്കുകയായിരുന്നു ദൈവപ്രവർത്തികൾ. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ആദ്യം പറഞ്ഞത് എടുത്തു പറയുന്നു. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇതേ ദൈവമഹത്വം മാനിഫെസ്റ്റ് ചെയ്താൽ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടാൽ, വിശ്വസിക്കാത്ത പലതും വിശ്വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ, ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരും കർത്താവിനോട് അടുത്ത് വരാത്തവരൊക്കെ ദൈവത്തോട് പറ്റിച്ചേർന്ന് വരുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അവർ ദൈവത്തിൽ വിശ്വസിച്ച് സത്യ ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. Another aspect of changing water into wine is it's not easy to change water into wine, or just to make wine, it's not that easy. It takes much time. It even takes decades to have a choicest and good wine. Here what Jesus did is, within split second, Jesus changes all of the water into wine, and what he did was he bypassed the time to produce such a wine. And when you are hearing this message, don't think that if the Lord is going to work in me, it may take decades. No, if you believe and if you pray with that faith, within seconds the Lord can change your life into a miracle. And another aspect of this is, the master of the feast comes and says, why you have kept this choicest wine till now? When Jesus does something, he does in such a great quality that people are amazed. Maybe your earlier experiences were bitter, but once Jesus steps into your life, it totally changes for the best, and your life will become the best life. As this master of the feast said, where did you keep this choicest wine till now? And finally in verse 11 we find the disciples, when the Lord manifested his glory, the disciples began to believe in him. And the people hitherto did not believe you or your Lord, but the Lord will manifest his glory, and slowly the other people who have hitherto not believed, they will start believing you, they will start believing your Lord. ദൈവത്തിൻ്റെ മഹത്വം ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസറിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടു. കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. 40-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ദൈവമഹത്വം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് ദൈവം അവിടെ പ്രൂവ് ചെയ്യുകയാണ്, ദൈവം ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കല്ലറയുടെ മുൻപിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ലാസറിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുൻപിൽ യേശു കർത്താവ് വായി തുറന്ന് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് യേശു പറയുകയാണ്, എൻ്റെ മഹത്വത്തെ ഞാനിവിടെ വെളിപ്പെടുത്തിയതാണ്.
വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ് യേശു പറയുന്നത്. അങ്ങനെങ്കിൽ ദൈവമഹത്വം വെളിപ്പെട്ട മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ട അവരുടെ സഹോദരനെ അവർക്ക് തിരികെ ലഭിച്ചു. ദൈവമഹത്വം വെളിപ്പെട്ട കാനാവിലെ കല്യാണ വീട്ടിൽ ഇല്ലാതെ പോയ നഷ്ടപ്പെട്ട വൈൻ, മുന്തിരിച്ചാറ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ഒരു ഭാഗം എടുത്തു പറയുന്നു. കർത്താവിൻ്റെ മഹത്വം, അവൻ്റെ ഗ്ലോറിക്കുള്ള ഏറ്റവും വലിയ സവിശേഷത, നഷ്ടപ്പെട്ടതിനെ ദൈവമഹത്വം റിസ്റ്റോർ ചെയ്യും. നഷ്ടപ്പെട്ടതെല്ലാം ദൈവമഹത്വം തിരികെ പിടിക്കും. കർത്താവിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നിടത്ത് നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ വരും. ദൈവത്തിൻ്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യുന്നിടത്ത് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വരും. ദൈവത്തിൻ്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യുന്നിടത്ത് ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നിറവുകളും അവിടെ ഒഴുകിയിറങ്ങും. Another instance where Jesus manifested his glory was at the tomb of Lazarus. In John 11:40, Jesus says like this, "Did I not say to you that if you believe, you would see the glory of God?" God's glory was so revealed so powerfully that the dead man started walking through the street of that place. And this was how the Lord reveals his glory. When God reveals his glory, he proves himself by giving back what was forfeited, what was lost. If the Lord reveals glory in your life, the Lord will bring back the health which you have lost. The Lord will bring back the healing which you have lost. The Lord will bring back everything which have been forfeited because of satanic attack or any other thing. The Lord can bring back that which was lost through displaying his glory in your life. ഈ മെസ്സേജിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഇവിടെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറി. പെട്ടെന്ന് രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അപ്പോൾ 32 വാക്യത്തിൽ കാണുന്നു, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്നതിന് ശേഷം അവൻ്റെ തേജസ്സിനെയും അവൻ്റെ കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് അവനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ഒരു കാഴ്ച ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് മോശയും ഏലിയാവും പ്രത്യക്ഷമായി നിൽക്കുന്നു. യേശു കർത്താവ് അവരുടെ നടുവിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ വസ്ത്രം വെണ്ണയുള്ളതായി നിൽക്കുന്നു, തേജസ്സിൽ നിൽക്കുന്നു. ടയേർഡായി പർവ്വതം കയറി വന്ന, മല കയറി വന്ന ശിഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് പത്രോസ് ഒന്ന് ഉണർന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ണ് ചിമ്മുന്ന രീതിയിലുള്ള വെളിച്ചവും പ്രകാശവും, ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലുമാണ്. പെട്ടെന്ന് പത്രോസ് പറയുകയാണ്, കർത്താവേ, 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ഞാൻ മത്തായി സുവിശേഷവും മർക്കോസ് സുവിശേഷവും ലൂക്കോസ് സുവിശേഷവും ഈ 3 സുവിശേഷ ഭാഗങ്ങളിലും എഴുതിയിരിക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേർത്ത് ഇതിനെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. വാസ്തവത്തിൽ താഴെ ആര് നിപ്പുണ്ട്? താഴെ 9 ശിഷ്യന്മാർ നിപ്പുണ്ട്. ഈ പത്രോസിൻ്റെ കൂട്ടുകാർ താഴെ നിപ്പുണ്ട്. അവരെ താഴെ നിർത്തിയിട്ടാണ് ഇവരെ 3 പേരെയും കൊണ്ട് കർത്താവ് ഈ മൗണ്ടനിലേക്ക് വന്നത്. ദൈവമഹത്വത്തിൻ്റെ നേർക്കാഴ്ചകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ഗ്ലോറി, ആ മഹത്വം, ആ തേജസ് കണ്ടപ്പോൾ, ആ ആത്മസാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ താഴെ നിന്ന സുഹൃത്തുക്കളെ മറന്നു പോകുന്ന ഒരു പത്രോസിനെ നിങ്ങൾക്ക് കാണാം. കുടുംബത്തെയും ഭാര്യയെയും അമ്മായിയമ്മയൊക്കെ മറന്നിട്ട് ഇനി എങ്ങോട്ടും പോകണ്ട, നമുക്കിവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണാം. ഇവിടെ ഒരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഞാൻ യഥാർത്ഥമായി കണ്ടാൽ എനിക്കുള്ളതെല്ലാം ഞാൻ മറക്കും. ദൈവത്തിൻ്റെ മഹത്വം യഥാർത്ഥമായി ഞാൻ ദർശിച്ചാൽ എൻ്റെ ചിന്തകളിലും ഓർമ്മകളിലും ഈ ലോകത്തിൻ്റെതൊന്നിനും ഞാൻ പ്രാധാന്യം കൽപ്പിക്കില്ല. ദൈവം ആരെന്നും അവൻ്റെ മഹത്വം എന്തെന്നും തിരിച്ചറിയാത്തവരാണ്
ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകിൽ വഴക്ക് പിടിക്കാൻ പോകുന്നത്. എന്നാൽ ദൈവമഹത്വം കണ്ടൊരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ തേജസ് കണ്ടൊരു ദൈവ പൈതൽ, ദൈവമാരൻ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതൽ ഈ ലോകത്തിനല്ല വാല്യൂ കൽപ്പിക്കുന്നത്, അവൻ്റെ ദൈവത്തിനും ആ മഹത്വത്തിനുമായിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സ്വയമായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന 3 കുടിലുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാർത്ഥത വെടിയുന്ന, എല്ലാം മറക്കുന്ന ഒരു പത്രോസിനെ നിങ്ങൾ കാണാം. പീറ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവിന് മാത്രമല്ല, കർത്താവേ നിനക്കും നിന്റെ ദാസന്മാർക്കും. ദൈവമഹത്വം കണ്ടവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്, പിന്നെ അവർക്ക് എൻ്റെ അയാമില്ല, എല്ലാം കർത്താവേ നിനക്കും നിന്റെ ദാസന്മാർക്കും. നിനക്കും നിന്റെ ദാസന്മാർക്കും ഞാനൊരു സഹായം ചെയ്യട്ടെ, നിനക്കും നിന്റെ ദാസന്മാരെയും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ആറ്റിറ്റ്യൂഡ് പത്രോസിനുണ്ടായതിൻ്റെ കാരണം മറ്റൊന്നല്ല, ദൈവത്തെ യഥാർത്ഥമായി കണ്ടതുകൊണ്ടും അവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ്. ദൈവമഹത്വം കണ്ടവന് സ്വാർത്ഥത കാണുകയില്ല. എനിക്കും യാക്കോബിനും യോഹന്നാനും, പലരും പറയുമ്പം ഒന്ന് എനിക്കും, പിന്നൊന്ന് യേശുവിനും, പിന്നൊന്ന് മോശയ്ക്കും, പിന്നൊന്ന് ഏലിയാവിനും അല്ല. എനിക്ക് എന്നൊരു ഒരു പദശൈലി അല്ല അവിടെ, എനിക്ക് എന്നൊരു വാക്കില്ല അവിടെ. കർത്താവെ നിനക്ക് നിന്റെ ദാസന്മാർക്ക്, നിനക്ക് നിന്റെ ശുശ്രൂഷയ്ക്ക്, ഇത് പറയാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥമായി ദൈവത്തോട് ബന്ധം ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ ദാസന്മാരെ ബഹുമാനിക്കാൻ കഴിയൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ ദാസന്മാരെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത്. ശിഷ്യന്മാരെ കാണിച്ചിട്ട് പറഞ്ഞു, തൻ്റെ അപ്പോസ്തലന്മാരെ, തൻ്റെ വേലക്കാരെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, ജനം യഹോവയിലും തൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും യഹോവ വിശ്വാസമാണ്, തൻ്റെ ദാസനായ മോശ വിശ്വാസം അല്ല. പക്ഷെ അങ്ങനെയല്ല. കർത്താവെ നിനക്കും നിന്റെ ദാസന്മാർക്കും എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെങ്കിൽ, പത്രോസിനെ പോലെ ഉണ്ടാകണമെങ്കിൽ, നിനക്കും നിന്റെ പ്രവാചകന്മാർക്കും എന്ന ചിന്ത വരണമെങ്കിൽ, യഥാർത്ഥമായും ആ വ്യക്തിക്ക് ദൈവമഹത്വം എന്തെന്നും ആ സാന്നിധ്യം എന്തെന്നും ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. In Luke chapter 9 verse 33, when we continue the meditation, it says like this: Peter said to Jesus, Master, it is good for us to be here. Let's make 3 tabernacles, one for you, one for Moses, and one for Elijah. And here we can very well understand that Peter was sleeping. All of a sudden he wakes up and sees the glory, the dazzling glory of God, and he forgets almost everything. He forgot he had a home. He forgot the other disciples are down in the valley. He is just beholding the glory of God, and he is saying that you should be in tents and tabernacles, comforted. And he says this dialogue there. And a person who has beheld the glory of the God almost forgets everything. You will not go after the filth of this world if you have seen the glory of God. Second thing, he did not say that we need a tent for me, for this other 2 disciples. He didn't say like that. He said, for you, O Lord, for Moses and for Elijah. That means he's not thinking about himself. He is not the self-centered, selfish person. He is talking about how he can help the Lord, how he can help the servants of the Lord. If you love the Lord, you will love the servants of the Lord. That's why Jesus said, if you welcome these little ones, you are welcoming me. And if you welcome me, you are welcoming the Heavenly Father. And in the Old Testament we find the people believed in Moses and also believed in the Lord. That means if you believe in God, you should believe in the servants of the Lord. You will never be self-centered. എനിക്കിവിടെ വളരെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ സർവീസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ പത്രോസിന് എങ്ങനെ മനസ്സിലായി അത് മോശയാണെന്നും ഇത് ഏലിയാവാണെന്നും? ഒരിക്കലും യേശു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പീറ്റർ ദിസ് ഈസ് മോസസ്, ദിസ് ഈസ് എലൈജ എന്ന് ഒരിക്കലും യേശു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പത്രോസ് എഴുന്നേറ്റ് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, ഒരു ഡൗട്ടും ഇല്ലാതെ, ഒരു ആശയക്കുഴപ്പങ്ങളും ഇല്ലാതെ ഉണർന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ഈ ഒരു കാഴ്ചയാണ് പീറ്റർ കാണുന്നത്. പെട്ടെന്ന് ആ ഫ്രെയിം അവൻ കാണുന്നത്. നടുക്ക് യേശു നിൽക്കുന്നു, മോശ ഏലിയാവും ലെഫ്റ്റും റൈറ്റും നിൽക്കുന്നു. പക്ഷേ
പത്രോസ് കൃത്യമായി പറയുകയാണ്, 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. പീറ്ററിന് എങ്ങനെ മനസ്സിലായി അത് മോശ ഏലിയാവാണെന്ന്? അന്ന് ഫേസ്ബുക്ക് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, ഇമെയിൽ ഉണ്ടോ, ഫോണുണ്ടോ? പത്രോസിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നോ അവർ? പത്രോസിന് ഫോട്ടോയുണ്ടോ, വീഡിയോയുണ്ടോ? മോശയുടെയോ ഏലിയാവിൻ്റെയോ ഫോട്ടോയോ വീഡിയോയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരുടെ മുഖം അറിയാവോ? അവരെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ തെറ്റാതെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയും, മരണം കാണാതെ എടുക്കപ്പെട്ട ആളല്ലേ ഏലിയാവ്, അതുകൊണ്ട് പറഞ്ഞായിരിക്കും. അപ്പൊ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടല്ലേ, ഹാനോക്കാന്ന് പറഞ്ഞുകൂടെ? പക്ഷെ തെറ്റാതെ പറയുകയാണ്, കൃത്യമായി പറയുകയാണ്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്രോസ് ഇപ്പോൾ ഇരിക്കുന്ന ടാബോർ മൗണ്ടനിൽ, ആ മലമുകളിൽ ദൈവ മഹത്വവും ദൈവ സാന്നിധ്യവും അതിശക്തമായി വെളിപ്പെട്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ്റെ കവറിങ്ങിനകത്താണ് ഇപ്പോൾ പീറ്റർ ഇരിക്കുന്നത്. ആ മഹത്വത്തിൻ്റെ ആ പ്രസൻസിനകത്താണ് ഇപ്പോൾ പീറ്റർ നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവൻ്റെ വെളിപ്പാടുകളുടെ ചിന്തകളുടെ മേഖലകളിൽ വലിയ വ്യത്യാസങ്ങൾ നടക്കും. എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ആരും നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും, ആരും നിന്നെ പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിലും, മറഞ്ഞിരിക്കുന്ന ചിലതിനെ തെറ്റാതെ പറയാൻ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പത്രോസ് ആ ഗ്ലോറിയസ് ആയിട്ടുള്ള വളരെ ശക്തമേറിയ പ്രസൻസിനകത്ത് ഇരിക്കുമ്പം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അവൻ്റെ സ്പിരിറ്റിൽ അവന് ബോധ്യപ്പെടുകയാണ് അത് മോശയും അത് ഏലിയാവും എന്ന സത്യത്തെ. ഇവിടെ അതിശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ മെസ്സേജിന്റെ ഏറ്റവും അതിശ്രദ്ധേയമായൊരു മേഖല, ഈ പീറ്റർ, ഈ പത്രോസ് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന പീറ്റർ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തേജസ്സിൽ നിൽക്കുന്ന യേശുവിനെയും പഴയ നിയമ പ്രവാചകന്മാരിൽ ശക്തനായിരുന്ന ഏലിയാവിനെയും പഴയ നിയമ പ്രവാചകന്മാരിൽ ശക്തനും അതിശക്തനായ നേതാവുമായിരുന്ന മോശയുമാണ്. കണ്ണ് തുറന്ന് കാണുമ്പോൾ കാണുന്നത് വിശുദ്ധന്മാരുടെ ഒരു സംഘത്തെയാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെയാണ്. എപ്പോഴാണ് പത്രോസ് ഇത് കണ്ടത്? ഉറക്കം ഉണർന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ. ഈ മരണമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു നിദ്രയാണ്, അതൊരു ഉറക്കമാണ്. യേശു ഒരു ബാലികയെ ഉയർപ്പിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇവൾ മരിച്ചിട്ടില്ല, ഇവൾ ഉറങ്ങുകയത്രേ. പൗലോസ് പറയുന്നു, നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ബൈബിൾ ഭാഷയിൽ ഒരു ഭക്തൻ്റെ, ഒരു ദൈവവൈതലൻ്റെ, ഒരു സഹോദരിയുടെ, സഹോദരൻ്റെ മരണം നിദ്രയാണ്, ഉറക്കമാണ്. പത്രോസ് ഇവിടെ ഒരു ഉറക്കം വിട്ടുണർന്ന് കണ്ണു തുറന്ന് കാണുന്നത് തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെയും വിശുദ്ധനായ അല്ലെങ്കിൽ അതിശക്തനായ പ്രവാചകനായ ഏലിയാവിനെയും മോശയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പീറ്ററിനെ പോലെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി ഒരിക്കൽ എന്നേക്കുമായി ഈ ഭൂമിയിൽ നാമും നിദ്ര കൊള്ളും, നമ്മുടെ കണ്ണുകളും അടയും. പക്ഷേ ഇവിടെ അടഞ്ഞ കണ്ണ് അങ്ങ് നിത്യതയിൽ തുറക്കും. ഇവിടെ അടഞ്ഞ ആ കണ്ണ്, ആ ആത്മാവിൻ്റെ കണ്ണ് നിത്യതയിൽ തുറക്കുമ്പോൾ പത്രോസ് അന്ന് മറുരൂപമലയിൽ കണ്ട കാഴ്ച നിങ്ങൾ അവിടെ കാണും. തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെയും അവൻ്റെ വിശുദ്ധന്മാരുടെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ അല്ലെങ്കിൽ ആ പാട്ടുകാരി അന്നമാമാമൻ എന്ന് പറയുന്ന ആ അതിശക്തമായ ദൈവം ഉപയോഗിച്ച സഹോദരി പാടിയത്, പൂർവപിതാക്കളാം അപ്പോസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ഈ ലോകമതിൽ. ഹല്ലേലൂയ. പൂർവപിതാക്കളാം അപ്പോസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം,
ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ഈ ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കളാ അപ്പോസ്തോല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ഈ ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പത്രോസ് കണ്ണു തുറക്കുമ്പോൾ കണ്ട കാഴ്ച, അവൻ ഉണരുമ്പോൾ കണ്ട കാഴ്ച തേജസ്സിൽ നിൽക്കുന്ന യേശുവിനെയാണ്. അതെ, ഈ ഭൂമിയിൽ ഒരിക്കൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളും നിദ്ര കൊള്ളും. ഇവിടെ അടഞ്ഞ കണ്ണ് നിത്യതയിൽ തുറക്കും. അന്ന് ആ തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെയും അപ്പോസ്തലന്മാരെയും വിശുദ്ധരെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ എത്തണം, എനിക്കത് കാണണം എന്ന ആ തീരുമാനത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്കായി സ്തോത്രം. ഈ കാഴ്ച യേശുവിന് ഇവരെ കാണിക്കാൻ വേണ്ടിയാണ് യേശു അവരെ സെപ്പറേറ്റ് ചെയ്തത്. ഈ കാഴ്ച അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഉയർന്ന മല കയറാനുള്ള നിയോഗം അവർക്ക് കൊടുത്തത്. നിങ്ങൾ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്നതും കർത്താവ് നിങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് തനിക്ക് സ്വന്തമാക്കി തീർത്തതും ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും നിന്ദയുടെയും വേദനകളുടെ ഒക്കെ നടുവിൽ ഈ അറിഞ്ഞ സത്യത്തിനു വേണ്ടി തിരുവെടുത്തിനെ മാറോട് അണച്ചു പിടിച്ച് ഞാനും നിങ്ങളും ഒക്കെ നിലനിന്നത് ഈ തേജസ്സേറിയ കാഴ്ചകൾ, അതിന്റെ നേർക്കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് പ്രിയരെ. അവിടെ എത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രിയരെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു മേഖല. Peter and other disciples, they were fast asleep, and all of a sudden they see this glory and opens their eyes and sees Jesus and Elijah as well as Moses. And one question here is, how did Peter recognize Moses and Elijah? Nobody ever told them. They didn't have any way to detect that this is Elijah and this is Moses. What we can understand is the presence of the Lord was so powerful. Yes. It permeated the whole place, the whole mountain, and they stepped into the presence of the Lord. And in the presence of the Lord, there is no confusion. It takes their intellect, it takes their whole spiritual level to another realm, that new revelation will lavishly come to them. And it was because of that new revelation being opened up, they were able to understand who was standing with Jesus, as that is Moses and Elijah. And second important thing, as he was sleeping, he opened his eyes to see Jesus in glory and also the saints in glory. And this is the exact same scene that's going to happen when you close your eyes in this world. In this world, death is always said as asleep. And when you open your eyes in eternity, in heaven, you will be seeing almost the same foretaste of what this Peter and other disciples has seen. You will be seeing
God's glory and the whole company of saints along with Jesus, and you will be in that bliss. And we are all praying and waiting and preparing ourselves for that glorious appearance that's going to happen sooner, and be prepared for that. ഇവിടെ പത്രോസ് ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറയുമ്പോൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാവിന് പറയുമ്പോൾ എനിക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് പീറ്റർ അവിടെ കൽപ്പിക്കുകയാണ്. ഒരുപോലെ നിനക്കുണ്ടാക്കുന്ന കുടിൽ പോലെ ഒന്ന് ഏലിയാവിനും മറ്റൊന്ന് മോശയ്ക്കും ഈക്വലായിട്ട് ഇവരെ 3 പേരെയും പത്രോസ് കാണുന്ന ഒരു സാഹചര്യത്തിൻ്റെ മധ്യയിൽ പൊട്ടുന്നനവേ സ്വർഗം ഇറങ്ങി വന്നു. ഒരു വലിയ മേഘം അവിടെ ഇറങ്ങി വന്നു. ആ മേഘം നിഴലിട്ടപ്പോൾ സത്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന പേടിച്ചു പോയെന്നാണ് പത്രോസ്. അവരാ മേഘത്തിലായപ്പോൾ പേടിച്ചു, ഭയപ്പെട്ടു പോയി. ആ രീതിയിൽ മേഘം ഇറങ്ങി വന്നിട്ട് ആ മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്രോസ് മോശയ്ക്കും ഏലിയാവിനും യേശുവിനും ആ സംഭാഷണത്തിൽ നമുക്കറിയാം ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പീറ്ററിനോട് വേറെ ആരും അവനെ തിരുത്താനില്ലാത്തത് കൊണ്ടും വേറെ ആരും അവിടെ പറയാനില്ലാത്തത് കൊണ്ടും വേറെ ആര് പറഞ്ഞാലും അത് ശരിയാകാത്തത് കൊണ്ടും സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് ആ മേഘത്തിൽ ഇറങ്ങി വന്ന് പീറ്ററിനോട് പറയുകയാണ്, നീ ചെവി കൊടുക്കേണ്ടത് മോശയ്ക്കല്ല, നീ ചെവി കൊടുക്കേണ്ടത് ഏലിയാവിനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പുത്രനാണ്, നിന്റെ കാതുകളെ കൊടുക്കേണ്ടത്, അവൻ്റെ ശബ്ദമാണ് നീ കേൾക്കേണ്ടത്, അവൻ്റെ ശബ്ദമാണ് നീ ഏറ്റെടുക്കേണ്ടത്. എന്താ കാരണം? പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് ഒരു യഹൂദനാണ്. ഈ ശിഷ്യന്മാരിൽ പലരും യഹൂദന്മാരാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ പുരുഷനാണ് മോശ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രേഷ്ഠ പ്രവാചകനാണ് ഏലിയാവ്. ഈ ഒരു യഹൂദനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അവർ ബഹുമാനിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. യേശുവിനോട് തന്നെ യഹൂദന്മാരും പരീശന്മാരും പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞതല്ലല്ലോ മോശ പറഞ്ഞിരിക്കുന്നതെന്ന്. കാരണം നിന്റെ വാക്കുകളെക്കാൾ കൂടുതൽ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോശയ്ക്കാണെന്നാണ് പരീശന്മാർ പറഞ്ഞത്. അപ്പൊ ഈ വിട്ടുവന്നെന്നൊക്കെ പറഞ്ഞാലും യഹൂദനായ ഈ പത്രോസിന്റെ അകത്ത് ഈ ഒരു സാധനം ഉണ്ട്. ഒരു മോശയോടും ഏലിയാവിനോടും ഒക്കെയുള്ള വലിയൊരു സ്നേഹവും ആരാധനയും. അത് ഇങ്ങനെ ഉള്ളത്തിൽ വെച്ചിട്ട് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വർഗം വന്ന് പറഞ്ഞു, മോശയും ഏലിയാവും പോലെ അല്ല എൻ്റെ പുത്രൻ. ഓ ഹല്ലേലൂയ! മോശയ്ക്ക് ചെവി കൊടുത്തതുപോലെയോ ഏലിയാവിന് ചെവി കൊടുത്തതുപോലെയോ അല്ല എൻ്റെ പുത്രന് ചെവി കൊടുക്കുന്നത്. ഇത് മോശ ആരാധിക്കുന്നവനാണ്, ഇത് ഏലിയാവ് ആരാധിക്കുന്നവനാണ്. ഈ നടുക്ക് നിൽക്കുന്ന ആരാന്നറിയാവോ? മോശയുടെ ദൈവമാണ്, ഏലിയാവിന്റെ ദൈവമാണ്, പഴയ ദൈവ വിശുദ്ധന്മാരുടെ ദൈവമാണ്, പ്രവാചകന്മാരുടെ ദൈവമാണ്. അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ, അവന് വേണ്ടി ജീവിതം കൊടുപ്പീൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് പകലിൽ സംഭവിക്കും. Another important message here is when this glory was displayed on the mountain, Peter gives almost equal importance to Jesus, to Moses and Elijah, because these people were Jews and they have a great background of respecting and venerating Moses as their great lawgiver, the mediator of the Old Testament, and also they venerate Elijah as a great and powerful prophet, and this was almost ingrained in their mind. They treated Jesus Christ just in the same level of Moses and Elijah. But heaven opened up all of a sudden, unequivocally. The heavenly Father proclaimed, this is not someone to be equalized with Moses and Elijah. He is my son. He is the one who was hoped by the Old Testament prophets. He is the one who was proclaimed by Moses. He is the one who was expected by all of the Old Testament prophets and saints. And you need to heed, give ear to him. You have to turn to him to get salvation. He is my son whom I am well pleased.
ഈ വലിയ ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, ഈ മേഘം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് പത്രോസ് ചുറ്റും നോക്കിയപ്പോൾ ബൈബിൾ പറയുന്നു, പെട്ടെന്ന് മോശയും കാണുന്നില്ല, ഏലിയാവിനെയും കാണുന്നില്ല. യേശുവിനെ അല്ലാതെ, യേശുവിനെ തനിയേ അല്ലാതെ അവൻ വേറെ ആരെയും പിന്നെ അവിടെ കണ്ടില്ല. ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവത്തിൻ്റെ മഹത്വം യഥാർത്ഥമായി ഇറങ്ങി വന്നാൽ, ദൈവ ശബ്ദം വെളിപ്പെടുന്നിടത്ത്, അല്ലെങ്കിൽ ദൈവവചനം മുഴങ്ങുന്നിടത്ത് യേശുവിനെ അല്ലാതെ വേറെ ഒന്നിനെയും കാണാൻ കഴിയരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ദൈവവചനം മുഴങ്ങുന്നിടത്ത്, ദൈവമഹത്വം വെളിപ്പെടുന്നിടത്ത്, കർത്താവിനെ ഉയർത്തുന്നിടത്ത് യേശുവിനെ അല്ലാതെ ജനം വേറെ ആരെയും കാണരുത്. യേശുവിനെ അല്ലാതെ വേറൊന്നിനെ ഉയർത്തരുത്. നമുക്ക് ഉയർത്താനുണ്ടെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. നമുക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. നമുക്ക് മഹത്വപ്പെടുത്തുവാനുണ്ടെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. അതേത് പാൻഡമിക് സിറ്റുവേഷനിലും, അറ്റ് എനി ടൈം, അറ്റ് എനി സിറ്റുവേഷൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും, ഏത് സിറ്റുവേഷനിലും, ഏത് പാൻഡമിക് സിറ്റുവേഷനിലും, ഏത് സാഹചര്യത്തിലും യഹോവയെ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ താങ്ക് യു ലോർഡ്, യു ആർ ദ കിങ് ഓഫ് കിങ്സ്, യു ആർ ദ ലോർഡ് ഓഫ് ലോർഡ് ജീസസ്. We give you the praise. We give you the glory and honor to you, Lord. അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ. എൻ്റെ സ്വാർത്ഥതകൾ മാറട്ടെ കർത്താവേ. നിന്റെ മഹത്വത്തിൻ്റെ നേർക്കാഴ്ചയുടെ മുൻപിൽ ഞാനെല്ലാം മറക്കുന്ന വ്യക്തിയായി തീരട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എത്ര പേര് പറയും, എൻ്റെ ഭവനത്തിലേക്ക് നിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരട്ടെ, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ട വിശുദ്ധ ജീവിതം മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ട ദൈവത്തോടുള്ള ബന്ധം മടങ്ങി വരട്ടെ. ആ മഹത്വത്തിനകത്ത്, ആ ഗ്ലോറിക്കകത്ത് എന്നെ പൊതിയണമേ. എല്ലാറ്റിൻ്റെയും അവസാനത്തെങ്കിൽ ഏറ്റവും ഒടുവിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വിശുദ്ധ ദൂതന്മാരുമായി കടന്നു വരുമ്പോൾ ആ തേജസ്സിൽ എടുക്കപ്പെടുവാൻ എനിക്ക് കൃപ തരണമേ. ആരാധന 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 ആരാധന. കൈകൾ ഉയർത്തി ആരാധന ആരാധന ആരാധന. അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്. അങ്ങേ പോലെ മറ്റാരും ഇല്ല. യേശുവിനോട് പറഞ്ഞു, അങ്ങേ പോലെ മറ്റാരും ഇല്ല. മഹത്വം ഞാൻ കണ്ടിടുമ്പോ മറക്കും ഞാൻ എന്നെ മുറ്റും. മഹത്വം ഞാൻ കണ്ടിടുമ്പോ മറക്കും ഞാൻ എന്നെ മുറ്റും. ഞാനല്ലിനി, ഞാനല്ലിനി, നീ മാത്രം എന്നെന്നുമേ. ഓ ഞാനല്ലിനി, നീ മാത്രം എന്നാളുമേ. യേശുനാഥ, യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈ
വായകൾ തുറന്ന് പാടി യേശുനാഥ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ആരാധന, കൈകൾ ഉയർത്തി യേശുവിന്. ഓ ആരാധന, ആരാധന, ആരാധന. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് വെല്ലുവിളികളുടെ നടുവിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ മേലിരിക്കും. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞ യേശുനാഥ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമാ, എന്റെ കോട്ടയും നീ മാത്രമേ. കർത്താവേ, ഇന്ന് ഈ സർവീസ് കാണുന്ന, ഓൺലൈനിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ടെലിവിഷനിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, TV-യിലൂടെ ഒക്കെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് അവരെ ഏൽപ്പിക്കുന്നു. ചില അത്ഭുത സൗഖ്യങ്ങൾ അവരിൽ സംഭവിക്കട്ടെ, ചില അത്ഭുത വിടുതലുകൾ അവരിൽ വെളിപ്പെടട്ടെ. ആ കാനാവിലെ കല്യാണ വീട്ടിൽ നിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ കർത്താവെ, 50, 60, 100 വർഷം കഴിഞ്ഞ് ഉണ്ടാകേണ്ട വൈൻ, മുന്തിരിച്ചാറ്, വീഞ്ഞ് ഒരു നിമിഷം കൊണ്ടുണ്ടായതുപോലെ ആ ബഥാനിയയിലെ ഭവനത്തിൽ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ അവിടുത്തെ മഹത്വം വെളിപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടവരുടെ സഹോദരൻ തിരികെ വന്നതുപോലെ വലിയ ട്രാൻസ്ഫോർമേഷനുകളും വലിയ റെസ്റ്റോറേഷൻസും യേശുവിന്റെ നാമത്തിൽ ഇവരിൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വാർത്ഥതകളില്ലാത്തവരായി കർത്താവെ, നിനക്കും നിന്റെ ദാസന്മാർക്കും സഭയ്ക്കും നിന്റെ രാജ്യത്തിനും എന്നുള്ള ചിന്തയിൽ ജീവിപ്പാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ. നിന്റെ കുഞ്ഞുങ്ങളെ ഒരു അത്ഭുതമാക്കി കർത്താവ് നിർത്തണമേ. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you. I bless you in Jesus almighty name. ഈ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Have a blessed Sunday. May God bless you abundantly in Jesus' name.